വഖഫ് വിഷയത്തിൽ തിരിച്ചടി ഭയന്ന മുസ്ലിം ലീഗ്. മുനമ്പം വിഷയത്തിൽ അനുനയ നീക്കവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ സമരസമിതിയുമായി കൂടിക്കാഴ്ച നടത്തി. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൌസിൽ വച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് ലത്തീൻ മെത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചർച്ചയ്ക്ക് ശേഷം കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ചേലക്കരയിലെയും വയനാട്ടെയും ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ അതേ അടവ് നയമായാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ മുനമ്പം വിഷയത്തിൽ നടത്തിയ അനുനയ ചർച്ചയെ കണക്കാക്കുന്നത്. UDF-നു വേണ്ടി ഈ ദൗത്യം പി.കെ. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു. മുനമ്പം വിഷയം UDF-നും തിരിച്ചടിയാകുമെന്ന ഭയത്തെ തുടർന്നാണ് അടിയന്തര കൂടിക്കാഴ്ച നടത്തിയതെന്ന് വേണം കരുതാൻ. 22-ന് ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടത് സർക്കാർ മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്നതായിരുന്നു. ഗവൺമെന്റ് ആണത് മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ചർച്ച സൗഹൃദ അന്തരീക്ഷത്തിലായിരുന്നെന്നും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വേണ്ടത് മതമൈത്രിയെന്നും ലത്തീൻ മെത്രാൻ സമിതി പ്രസിഡന്റും കോഴിക്കോട് രൂപതാ ബിഷപ്പുമായ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. അപ്പൊ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. മുനമ്പം വിഷയത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരാണെന്നും സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. ചർച്ചയിൽ ചില നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയതായി പറഞ്ഞെങ്കിലും അത് എന്തെന്ന് പരസ്യമാക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. ഇതേസമയം വഖഫ് ബോർഡ് തർക്കഭൂമി വഖഫ് ഭൂമി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജനം, കൊച്ചി.